മറുപടി പറയാനുള്ള അവസരവും തരാം. ശ്രീ എം ലിജു, ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു പൊളിറ്റിക്കൽ വിൻ, ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ചേലക്കരയിൽ വിജയിക്കണമെന്നതാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. രണ്ടിടങ്ങളിൽ തിളക്കമാർന്ന വിജയം, വയനാടും പാലക്കാടും, നല്ല ബെസ്റ്റ് പെർഫോമൻസ് ചേലക്കരയിൽ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ ചേലക്കരയിലടക്കം UDF പറഞ്ഞിരുന്ന ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിന്മേലുള്ള വിലയിരുത്തൽ എന്ന നിങ്ങളുടെ വാദം, ഈ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് അനുകൂലമായതോടുകൂടി നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണോ? രണ്ടാമത്തെ കാര്യം പാലക്കാടാണ്. പാലക്കാട്ടെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം എന്നത് ഒരു BJP CPIM ബാന്ധവം പാലക്കാട്ട് പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്ത് ഒന്നാകെ അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലനം പാലക്കാട് കാണാൻ പോകുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. പക്ഷേ ഇടതുമുന്നണിക്ക് പറയാം, ഡോക്ടർ P സരിൻ അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇടതുമുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. BJPക്ക് സ്വാധീനമുള്ള നഗരമേഖലയിൽ പോലും ഇടതുമുന്നണിക്ക് വോട്ട് കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ ആക്ഷേപത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറാൻ തയ്യാറാണോ പാലക്കാട്ട് ഇടതുമുന്നണിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട്? ആദ്യം പാലക്കാട് നിന്ന് തുടങ്ങാം. പാലക്കാട്ട് ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെടുത്തിയത് BJPയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങളെ മാത്രമല്ല, CPMൻ്റെ രാഷ്ട്രീയ അജണ്ടയെ കൂടിയാണ്. അവിടുത്തെ ഈ നമുക്കറിയാം, BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. തൃശ്ശൂരിലെ വിജയത്തിന് ശേഷം പാലക്കാട് കൂടി വിജയിച്ച് കേരളത്തിൽ BJPയുടെ ഒരു ട്രെൻഡ് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. CPMൻ്റെയും താല്പര്യം അതുതന്നെയായിരുന്നു. BJP എങ്ങനെയും ജയിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ BJPയെ സഹായിക്കുവാൻ വേണ്ടി ആസൂത്രിതമായി കോൺഗ്രസ് വോട്ടുകളെ എങ്ങനെ ഭിന്നിപ്പിക്കാം, ഏതെങ്കിലും കാരണവശാൽ CPMൻ്റെ അണികൾ കോൺഗ്രസിലേക്ക് മാറ്റി വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വർഗീയ സംഘടനയെ കക്ഷിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്താലോ എന്നൊരു ആശങ്കയുള്ളതുകൊണ്ട് കോൺഗ്രസുമായി പൊളിറ്റിക്കൽ ഫൈറ്റ് സൃഷ്ടിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കണം, അതിനായി മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കണം. രണ്ട്, കോൺഗ്രസുമായി സ്ഥിരമായൊരു രാഷ്ട്രീയ സംഘർഷം തുടർച്ചയായി സൃഷ്ടിക്കണം. അതുവഴി CPMൻ്റെ സിമ്പതൈസേഴ്സിൻ്റെ കോൺഗ്രസിലേക്ക് വോട്ട് ചോർച്ച ഒഴിവാക്കണം. ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണം ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണം ആദ്യം ഷാഫി പറമ്പലിനെതിരെയായിരുന്നു. ഒരു വടകര എന്നത് പാലക്കാട് കോൺഗ്രസ് BJP ഡീലാണ് വടകരയിലേക്ക് ഷാഫി പറമ്പലിനെ വിട്ട എന്ന തരത്തിലുള്ള പ്രചരണം അവർ അഴിച്ചു വിട്ടു. അത് പ്രതിരോധിക്കപ്പെട്ടു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം മുസ്ലിം മതവിഭാഗങ്ങളുടെ 2 ദിനപത്രങ്ങളിൽ, സിറാജിലും സുപ്രഭാതത്തിലും, കോൺഗ്രസിനെതിരെ വർഗീയ പരാമർശം ഉന്നയിച്ചുകൊണ്ട് പരസ്യം കൊടുത്തു. അപ്പോൾ അതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള വന്നത് ഈ സന്ദീപ് വാര്യരാണ്. ഈ സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിച്ചത് ഇവരാണ്. AK ബാലനെ പോലെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇദ്ദേഹം ഒരു മികച്ച കേഡറായി മാറുമെന്ന് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ഇവരുടെ മുഖ്യ ശത്രുവായി, അയാൾ കാളിയനായി, വിഷപ്പാമ്പായി. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി പത്രപരസ്യം കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ CPMഉം കോൺഗ്രസ് അണികളും തമ്മിലൊരു സംഘർഷം തുടർച്ചയായി സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത വർക്കാണ് അർദ്ധരാത്രിയിൽ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരുടെ മുറി റെയ്ഡ് ചെയ്തു, കള്ളപ്പണം കോൺഗ്രസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് തുടർച്ചയായി സംഘർഷം സൃഷ്ടിച്ചു. എല്ലാ പത്രസമ്മേളനങ്ങളിലും കോൺഗ്രസിനെതിരെ സംസാരിച്ചു. പക്ഷേ പാലക്കാട്ട് സംഭവിച്ചത്, ഒന്ന്, കോൺഗ്രസ് BJPയെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി. ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ന്യൂനപക്ഷ സമൂഹങ്ങൾ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. മുനമ്പത്ത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച BJPയുടെ അജണ്ടയും പരാജയപ്പെട്ടു. CPMനെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ ശത്രുത കോൺഗ്രസുമായി സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും CPMനകത്തെയും ജനവിഭാഗങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. അപ്പം ഞങ്ങളവിടെ പരാജയപ്പെടുത്തിയത്, ഒന്ന്, BJPയുടെ രാഷ്ട്രീയത്തെ, രണ്ട്, CPM ഭാവി മുന്നിൽ കണ്ട്, അടുത്ത ലോക്കൽ ബോഡിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് BJPയുമായി ഇവരുണ്ടാക്കിയ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് രാഷ്ട്രീയ അജണ്ട, അതിനെയും ഞങ്ങൾ പരാജയപ്പെടുത്തി.
അപ്പോൾ ഒരൊറ്റ ഒന്നാമത്തെ കാര്യം മിനിറ്റ് അതാണ്. ശ്രീ എം ലിജു, അതായത് നിങ്ങൾ ഉന്നയിച്ച ആരോപണമുണ്ടല്ലോ, രാഷ്ട്രീയ ആരോപണം, അത് നേരെ ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത് 10,000-ഓളം വോട്ടുകൾ BJP കോൺഗ്രസിന് മറിച്ചു നൽകി. അത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ടല്ല, BJP വോട്ടുകൾ രാഹുലിന് കിട്ടിയത് ഷാഫി പറമ്പിൽ BJP-യുമായി ഉണ്ടാക്കിയ ഡീല് മൂലമാണെന്നാണ്. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ആ പ്രതികരണം. ഗോപികൃഷ്ണൻ, എന്തൊരു മണ്ടത്തരമാണ്. കോൺഗ്രസും BJP-യും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നു. അപ്പം ഞങ്ങൾക്ക് BJP വോട്ട് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. സംശയം എന്താ കാര്യത്തിൽ? വർഗീയ കക്ഷികളിൽ നിന്നുൾപ്പെടെ അവരുടെ സിമ്പതൈസേഴ്സിൻ്റെ വോട്ട് പിടിക്കുക, അല്ലെങ്കിൽ അവരെ മതനിരപേക്ഷ ചേരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. സന്ദീപ് വാര്യർ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു. ഇനിയും അനവധി ആളുകളെ വർഗീയതയിൽ നിന്നും ഞങ്ങളിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ മതനിരപേക്ഷതയിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വോട്ടർമാർ ഇവരിങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ? BJP-യുടെയോ അല്ലെങ്കിൽ RSS-ൻ്റെയോ പ്രവർത്തകരുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കില്ലായിരിക്കാം. പക്ഷേ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വോട്ട് ചെയ്യപ്പെട്ടവർ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ശ്രീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ വലിയ വിഭാഗം ജനങ്ങൾ, ഞങ്ങൾ അവരെ വോട്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ടാർഗറ്റ് 60,000 വോട്ടായിരുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഞാൻ ഉൾപ്പെടെ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 54,000 കഴിഞ്ഞ് കിട്ടി. ഇത്തവണ ഞങ്ങൾ 60,000 ആയിരുന്നു ടാർഗറ്റ്. ഈ 60,000-ൻ്റെ ടാർഗറ്റിലെത്തുമ്പോൾ നഗരസഭയിലെ BJP വോട്ട് ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ CPM-ൻ്റെ വോട്ട്, കണ്ണാടിയിലെയും മാത്തൂരിലെയും CPM-ൻ്റെ വോട്ട് ലഭിക്കാൻ ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എല്ലാ തരത്തിലുമുള്ള BJP പരാജയത്തിലുള്ള വോട്ട് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇവർ നേരത്തെ സെറ്റ് ചെയ്ത രാഷ്ട്രീയ വർഗീയ അജണ്ടകളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. പിന്നെ CPM-ന് എങ്ങനെ താരതമ്യേന വോട്ട് വർദ്ധിച്ചു എന്ന് പറയാൻ സാധിക്കും. ഇപ്പം കഴിഞ്ഞ അവർക്കൊരു ബേസ് വോട്ടുണ്ട്, 36,000 വോട്ടോളം അവർക്കൊരു ബേസ് വോട്ട് അവിടെ ഉണ്ട്. ഇത്തവണ അവിടെ പാലക്കാട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കൽ തന്നെ 7,000 9,000 പുതുതായി വോട്ടർമാരവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ആനുപാതികമായ ഒരു വർധനവ് CPM-ന് ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് ആകെ കൂടിയത് 36,820 വോട്ടാണ് ആകെ കൂടിയത്. ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്ന്, ഒരു മുൻ കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി കാടിളക്കി പ്രചരണം നടത്തി, മന്ത്രിമാരുൾപ്പെടെ ക്യാമ്പ് ചെയ്ത്, മുഖ്യമന്ത്രിയും എല്ലാ നേതാക്കളും ഹൈ വോൾട്ടേജ് പ്രചരണം നടത്തിയിട്ട് 820 വോട്ടുകൾ മാത്രമാണ് അവർക്ക് വർദ്ധിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞങ്ങൾക്ക് 4,000-ഓളം വോട്ട് വർദ്ധിച്ചു. പക്ഷേ BJP-യുടെ 11,000-ൽ പരം വോട്ട് കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നഗരസഭയിൽ 4 ഇതുവരെ ലീഡ് ചെയ്യാത്തടുത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അപ്പോൾ വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? ഞങ്ങൾ ഇവരെ എല്ലാം പരാജയപ്പെടുത്തി. ഏറ്റവും സന്തോഷകരമായി തോന്നുന്നു, BJP-യുടെ വർഗീയ അജണ്ടയെ പരാജയപ്പെടുത്തി, കേരളയെ പരാജയപ്പെടുത്തി. ലിജു, ഒരു കാര്യം, അതായത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിങ്ങളുടെ ഈ ഫലം വരുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് നിങ്ങൾ പറഞ്ഞ ആ പോയിന്റിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അതിനുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അത്തരം കള്ള പ്രചാരണ വേലകൾ ജനം തള്ളിക്കളഞ്ഞതിന്റെ തെളിവാണ് ചേലക്കരയിലെ വിജയമെന്നാണ്. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞങ്ങൾ ഇപ്പോഴും ആ ഒരു ആർഗ്യുമെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അളവുകോലായി എടുക്കുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82,000 വോട്ട് കിട്ടിയ സ്ഥലമാണ് CPM-ന് 82,000 വോട്ട് കിട്ടിയ സ്ഥലമാണ് ചേലക്കര. ആ ചേലക്കരയിൽ നിന്ന് 62,000 വോട്ടേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ആര് ജയിച്ചു എന്ന് വിലയിരുത്തിയിട്ട് മാത്രമാണ്. ഇപ്പോൾ CPM-ന് വലിയ ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഏത് കൊടുങ്കാറ്റിലും അവർ ലീഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ധർമ്മടത്തെക്കുറിച്ച് പറയാറുണ്ട്, അവരുടെ CPM കോട്ടയാണ്. കൂത്തുപറമ്പിനെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, തലശ്ശേരിയെക്കുറിച്ച് പറയാറുണ്ട്. എത്ര കാര്യമുണ്ടായാലും CPM അവിടെ ലീഡ് ചെയ്തിരിക്കും. എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനടുത്ത് കാലമായി CPM-ന് വലിയ ഭൂരിപക്ഷമുള്ള 82,000 വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒറ്റ സെക്കൻഡ്, അത് തന്നെ പൂർത്തീകരിക്കാൻ ഞാൻ സമയം തരാം. അതായത് ഒറ്റ കാര്യം, അതായത് പാലക്കാട് അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിന്റെ കഴിഞ്ഞ 2 തവണത്തെ പ്രകടനവുമായി നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രകടനം മോശമായിരുന്നു എന്ന് പറയേണ്ടി വരില്ലേ? കഴിഞ്ഞ തവണത്തെ പ്രകടനത്തെക്കാൾ മികച്ച പ്രകടനമല്ലേ ഇത്തവണ ഞങ്ങൾ കാഴ്ചവെച്ചത്? അല്ല, ഇത്തവണയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ നിയമസഭ ഷാഫി അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ തവണയുള്ള കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യ ആദരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ടെക്നോക്രാറ്റിനെയാണ് BJP-യോടെ മത്സരിപ്പിച്ചത്. ഷാഫി പറമ്പിൽ ലഭിച്ചതിനേക്കാൾ നിഷ്പക്ഷ വോട്ടുകൾ, അല്ലെങ്കിൽ വലിയ തോതിൽ നിഷ്പക്ഷ വോട്ടുകൾ അവിടെ ശ്രീധരന് ലഭിച്ചു. അപ്പോൾ ആ വെല്ലുവിളി അതിജീവിച്ചിട്ടാണ്. BJP-യുടെ മാത്രമല്ല, ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ വെല്ലുവിളിയെ കൂടി അതിജീവിച്ചിട്ടാണ് കഴിഞ്ഞ തവണ ഷാഫി ജയിച്ചത്. വലിയ ഒരു അവസരമായിരുന്നു അത്.
4000 വോട്ടിന് അപ്പോഴും ജയിച്ചു എന്നുള്ളത് ഷാഫിക്ക് കിട്ടിയൊരു അംഗീകാരം കൂടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയൊരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ നമ്മളതിനെ ആ തരത്തിൽ കൂടെ കാണണ്ടേ. രാധാകൃഷ്ണനും പ്രദീപിനെയും തമ്മിൽ താരതമ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാധാകൃഷ്ണനോടം തന്നെ പോപ്പുലറാണ് പ്രദീപ് എന്ന രീതിയിൽ തന്നെ ആയിരുന്നല്ലോ CPM-ൻ്റെ പ്രചരണം. രാധാകൃഷ്ണൻ്റെ ജയിച്ചതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷം ജയിച്ചിട്ടുള്ള ആളാണ് പ്രദീപ്. അപ്പോൾ 82,000 വോട്ട് CPM-ന് കിട്ടിയെടുത്തു നിന്ന് 20,000 വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് 20,000-ഓളം ആളുകൾ അന്നത്തെ ഭരണത്തിൽ വോട്ട് ചെയ്തവർ ഇന്നതിൽ തൃപ്തരല്ലാതെ മാറി നിന്നു. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായത് വലിയ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിലും അവിടെ CPM വിരുദ്ധ വോട്ടുകൾ കുറേ ഭിന്നിച്ചു പോയിട്ടുണ്ട് പല പ്രചരണങ്ങൾ കാരണം. ഇപ്പോൾ 4,000-ഓളം വോട്ട് അൻവറിൻ്റെ പാർട്ടി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ ഒരു മുൻ സ്ഥാനാർത്ഥിയായിരുന്നു, പാർട്ടി പ്രവർത്തകനായിരുന്നു, ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി വന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ട പ്രചരണങ്ങളുണ്ടായി. 4,000-ഓളം വോട്ടുകൾ അവിടെ കുറവുണ്ടായിട്ടുണ്ട്. BJPക്ക് 5,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിട്ടും വോട്ട് ഭിന്നിപ്പിച്ച് പോയതുകൊണ്ടാണ് ഞങ്ങളവിടെ ചേലക്കരയിൽ ഏകദേശം പരാജയത്തിൻ്റെ ഒരു കാരണം. പിന്നെ CPM-ൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ആ വോട്ട് പാറ്റേൺ നോക്കിയാൽ തന്നെ വളരെ കൃത്യമായി ചേലക്കരയിലെ പിന്നെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ശരി ശരി ശ്രീ എം ലിജു, ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. രണ്ട് കാര്യം കൂടി ഞാൻ ഒരു കാര്യം കൂടി ഈ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെ കാര്യം പറഞ്ഞു. എത്രയോ കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയില്ലേ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി? ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അവൈലബിൾ അല്ലേ? 96 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ തുറച്ച വെൽഫെയർ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇവർക്കല്ലായിരുന്നു. 2004 SDP-യുടെ മറ്റൊരു പേരെന്ന് NDF പിന്തുണച്ചുകൊണ്ടിരുന്ന ഇവരെയല്ലേ? അപ്പോൾ ഇതിപ്പോൾ അവർ പിന്തുണയൊക്കെ എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് തോന്നിയാൽ ഒരു വലിയ വർഗീയ അജണ്ടയെ ഭൂരിപക്ഷ വർഗീയതയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്തരം ആളുകൾക്ക് അവർ അതിന്